ഇറ്റ്സ് എ ബിഗ് ബ്രേക്കിംഗ്. മഹാരാഷ്ട്രയിലെ 35 വർഷത്തെ സഖ്യം ഇല്ലാതെയാകുന്നു, പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു. ഒടുവിൽ ശിവസേന BJPയോട് പൂർണ്ണമായും നോ പറഞ്ഞിരിക്കുന്നു. ശിവസേന BJPയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നാൽ NCP മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാൻ ശിവസേന തയ്യാറാകുന്നത് പുതിയ കാൽവെപ്പിലേക്ക് ശിവസേന കടന്നു പോകുന്നതിന്റെ സൂചന തന്നെയാണ്. ഇത്രയും കാലം BJPയോടൊപ്പം കൂട്ടുകൂടിയതിനു ശേഷം സ്വന്തമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന പരിപൂർണതയുള്ള വിശ്വാസമാണ് ശിവസേനയെ മാറ്റത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് ശിവസേന മാറി മറിയുമോ? എന്തൊക്കെ സംഭവിക്കും? എല്ലാത്തിനും ഒരു ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശിവസേനയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അരവിന്ദ് സാവന്ത് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ശിവസേന NCPയോട് കൂറു പുലർത്തിയിരിക്കുന്നു. NCP മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അരവിന്ദ് സാവന്തിനോട് രാജിവെക്കാൻ NCP ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിപൂർണമായും അംഗീകരിച്ച ശിവസേന അത് പൂർത്തീകരിച്ചുകൊണ്ട് ഗവർണറെ കണ്ട് ശിവസേന NCP സഖ്യം അധികാരത്തിലേക്ക് വരാനുള്ള സൂചനകൾ ലഭിക്കുകയാണ്. ഇനി പുറത്തു വരേണ്ടത് കോൺഗ്രസിന്റെ തീരുമാനമാണ്. കോൺഗ്രസിന്റെ അന്തിമ തീരുമാനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ശിവസേന. ചരിത്രം 35 വർഷത്തെ ചരിത്രം മഹാരാഷ്ട്രയിൽ ഇല്ലാതെയാകുന്നു. ഇനി ശിവസേനയും BJPയും നേർക്കുനേർ. കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന് പരിപൂർണതയുള്ള അർത്ഥം നൽകുകയാണ് ശിവസേന. ഒരുപക്ഷെ BJPയുടെ തനിനിറം മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു ചുവടുമാറ്റമാണ് ശിവസേന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാറ്റത്തിനെ പൊതുജനങ്ങൾ അംഗീകരിക്കുന്നു. NCP പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ശിവസേന അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. BJPയുമായിട്ടുള്ള മൊത്തം ബന്ധം രാജിവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് മഹാരാഷ്ട്ര കടന്നു പോവുകയാണ്. അവസാന നിമിഷം പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ സമ്മതമാണ്. എന്തു സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.